ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബീഫ് കറിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. 1 കിലോ ബീഫാണ്. കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണേ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൈവച്ച് നന്നായിട്ട് ഇളക്കി. കൈ അതിന് മുമ്പ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ആരും വന്ന് പൊങ്കാല ഇടരുത് തന്നെ. പിന്നെ കുക്കറിലേക്ക് ഇതെല്ലാം ആക്കി, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ചേർത്തു. ഇതിപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 8 വിസിലാണ് വന്നിട്ടുള്ളത്. അപ്പോഴേക്കും എൻ്റെ ഏകദേശം ബീഫ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ കറിക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു. കൊച്ചുള്ളി, സവാള, തേങ്ങാക്കൊത്ത്, പച്ചമുളകിൻ്റെ പേസ്റ്റ്. അപ്പോൾ അതേ പാനൊക്കെ അടുപ്പത്തോട്ടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വാടി വരുമ്പോഴത്തേക്കും നമ്മൾ സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ സവാള ചേർത്തിട്ടുണ്ട്. കൊച്ചുള്ളി വാടി വന്നു, സവാള ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നപ്പോൾ കറിവേപ്പില ഇട്ടു. അപ്പോൾ എൻ്റെ ബീഫ് ഇവിടെ റെഡിയായി അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളിയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ മിക്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ മിക്സും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കൽ പരിപാടിയാണ്. ഇളക്കൽ. അതിന് മുമ്പ് തേങ്ങാക്കൊത്തിടാൻ മറന്നു. ഓക്കെ, അപ്പോൾ തേങ്ങാക്കൊത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ചക്കും കിട്ടിയത് കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പോ കുരുമുളകോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ആരും ചേർക്കല്ല, ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ കേട്ടോ, തിളച്ച വെള്ളം. അപ്പോൾ എൻ്റെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ബീഫ് കറിയും ഒക്കെ കഴിക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റിങ്ങാണ്. അപ്പം ഞാനും ഈ മണം അടിച്ചിട്ട് ഒരു രക്ഷയില്ല എൻ്റെ മക്കളെ. നല്ല സൂപ്പർ മണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.